ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിലെ വിവാദങ്ങൾക്ക് ശമനമില്ല. സൈബർ ആക്രമണത്തിൽ തുടങ്ങിയ പോര് പിന്നീട് അശ്ലീല പരാമർശമാവുന്നു. പിന്നെയും വളർന്ന് വർഗീയതയിലെത്തുന്നു. വീണ്ടും ലൈംഗിക അധിക്ഷേപത്തിലേക്ക് എത്തുന്നു. മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിച്ചാൽ കോൺഗ്രസ് ഒരറ്റത്ത് നിന്ന് വിവാദങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമം തുടരുമ്പോൾ മറ്റൊരു തലപ്പത്ത് നിന്ന് വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് RMP നേതാവ്. RMP നേതാവ് KS ഹരികുമാറിന്റെ പ്രസംഗമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെട്ടിയത്. വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജയെയും നടി മഞ്ജു വാര്യരെയും ലൈംഗികമായി അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ശനിയാഴ്ച ഹരിഹരന്റെ പ്രസ്താവന. RMP നേതാവായ KS ഹരിഹരന്റെ പ്രസംഗമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴിവെട്ടിയത്. വടകരയിലെ CPM സ്ഥാനാർത്ഥി KK ശൈലജയെയും നടി മഞ്ജു വാര്യരെയും ലൈംഗികമായി അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു ശനിയാഴ്ച ഹരിഹരന്റെ പ്രസ്താവന. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഷാഫി പറമ്പിൽ, കൽപ്പറ്റ MLA ആയ T സിദ്ദിഖ് തുടങ്ങിയ നേതാക്കളെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു ഹരിഹരന്റെ പരാമർശം. പ്രസ്താവനയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ശക്തമാണ്. നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ യുവജന സംഘടനയായ DYFഐയും രംഗത്തുണ്ട്. അതേസമയം RMP നേതാവ് KS ഹരിഹരന്റെ പ്രസ്താവനയെ തള്ളി KK രമയും പാർട്ടിയും രംഗത്തെത്തി. ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് ഉണ്ടായത്. തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി വിവാദത്തിന് പ്രസക്തിയില്ല എന്നാണ് KK രമ ചൂണ്ടിക്കാട്ടിയത്. ഹരിഹരന്റെ പരാമർശം ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല, ന്യായീകരിക്കുകയുമില്ല എന്ന് KK രമ പറഞ്ഞെങ്കിലും കാര്യങ്ങൾ അത്ര വേഗം രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാവേദികളിൽ നിന്ന് മാറുമോ എന്നത് സംശയമാണ്. രമയും RMPയും സ്വീകരിച്ച നിലപാടിനെ വടകരയിലെ UDF സ്ഥാനാർത്ഥിയും പാലക്കാട് MLAയുമായ ഷാഫി പറമ്പിൽ സ്വാഗതം ചെയ്തു. ഹരിഹരന്റെ വാക്കുകൾ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നും ഷാഫി വ്യക്തമാക്കി. മറ്റ് സംഭവങ്ങൾ വെച്ച് ഇത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കില്ല. സംഭവിച്ചത് തെറ്റായ കാര്യമാണ്. പ്രസംഗത്തിൽ മാത്രമല്ല, ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. അതേസമയം പ്രതിഷേധം കനത്തതോടെ ഹരിഹരൻ ഫേസ്ബുക്കിൽ പിന്നീട് ഖേദം പ്രകടിപ്പിക്കുകയായിരുന്നു. വടകരയിൽ നടത്തിയ പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതിൽ നിർവ്യാജം ഖേദിക്കുന്നുവെന്നാണ് ഹരിഹരന്റെ കുറിപ്പ്. എന്നാൽ വിഷയത്തിൽ RMP എന്തെങ്കിലും നടപടിയെടുക്കുമോ എന്നും വ്യക്തമായിട്ടില്ല. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് മുൻ ആരോഗ്യമന്ത്രി കൂടിയായ KK ശൈലജയെ കരിവാരിത്തേക്കാൻ അശ്ലീല വീഡിയോ എതിർഭാഗം ചമച്ചുവെന്ന ആരോപണം ഉയർന്നു വരുന്നത്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ അറിവോടെയാണ് അശ്ലീല വീഡിയോകൾ പ്രചരിക്കുന്നത് എന്നും രാഷ്ട്രീയ പ്രതിയോഗികൾ പറഞ്ഞു വെച്ചിരുന്നു. ഒടുവിൽ വോട്ടെടുപ്പിന് 2 ദിവസം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെയൊരു വീഡിയോ ഇല്ല എന്നും ഫോട്ടോയാണ് പ്രചരിപ്പിച്ചതെന്നും ശൈലജ നേരിട്ടെത്തി വിശദീകരിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. UDF ഇത് പ്രചരണ ആയുധമാക്കുകയും ചെയ്തിരുന്നു. ഇത്രയും വലിയ വിവാദങ്ങൾ അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ട് വടകരയിൽ നടക്കാനിരിക്കെയാണ് KS ഹരിഹരന്റെ പരാമർശം. സ്ത്രീവിരുദ്ധ പരാമർശം നാക്കുപിഴയാണെന്നാണ് ഹരിഹരന്റെ വിശദീകരണം. സമൂഹ മാധ്യമങ്ങളിലൂടെ മാപ്പും പറയുകയാണ്. എന്നാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം, അതും RMP നേതാവിൽ നിന്ന് ഉണ്ടായത് അത്ര വേഗം കെട്ടടങ്ങാൻ സാധ്യതയില്ല. ശക്തമായ മുന്നറിയിപ്പും താക്കീതും പ്രവർത്തകർക്ക് നൽകേണ്ട സമയം അതിക്രമിച്ചു. വടകരയെ വീണ്ടും വീണ്ടും കുത്തിനോവിക്കാൻ ഇതുപോലുള്ള നാക്കുപിഴകൾക്ക് സാധിക്കും. വിദ്വേഷത്തിനും വിവാദത്തിനും എപ്പോഴും സ്വീകാര്യത ലഭിച്ചുവെന്നും വരില്ല. ആ മുറിവ് അത്ര വേഗം ഉണങ്ങുകയുമില്ല.